ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും 2025 പുതുവർഷത്തിലാണെങ്കിൽ പൂരാടം നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. ശുദ്ധ ഹൃദയരായിട്ടുള്ള അഭിമാനശീലരായിട്ടുള്ള പൂരാടം നക്ഷത്രക്കാർ ആത്മബന്ധത്തിനും സ്നേഹബന്ധത്തിനും എല്ലാം വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. കൂടാതെ ധാർമ്മികമായിട്ടുള്ള ജീവിതത്തെ എപ്പോഴും ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള ഈ പൂരാടം നക്ഷത്രക്കാർക്ക് സഹായ മനസ്ഥിതിയാണെങ്കിൽ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. ആരെയും വിഷമിപ്പിക്കുവാൻ ഇഷ്ടമില്ലാത്തവരും ചതിയും വഞ്ചനയുമാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാത്തവരായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് ധാരാളമായിട്ടുള്ളതായ സുഹൃത്ത് ബന്ധങ്ങളുള്ളവരും കൂടിയാണ്. പ്രത്യേകിച്ച് സുഹൃത്ത് ബന്ധങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരും കൂടിയാണ് ഈ പൂരാടം നക്ഷത്രക്കാർ. ഇവരുടെ മനസ്സിലാണെങ്കിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ഏതു കാര്യമായാലും അത് വേഗത്തിൽ നടക്കണമെന്ന് ചിന്തിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും കൂടിയാണ്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ എപ്പോഴും സമാധാനത്തോടു കൂടിയിട്ട് മനസ്സമാധാനത്തോടു കൂടിയിട്ട് ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് വിഷമതകൾ മാറി വരാറുണ്ട്. എന്നാലോ ദുഃഖങ്ങളും അവശതകളും ഉള്ളവർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് എന്ത് സഹായം ചെയ്യുവാനും സന്നദ്ധരായിട്ടുള്ള ഈ നക്ഷത്രക്കാർ തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ വിഷമതകൾ കണ്ടാൽ അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ തങ്ങളാൽ കഴിയുന്നതായിട്ടുള്ള സഹായം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാലോ ചില കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർക്ക് ക്ഷമാശീലം കുറഞ്ഞവരായതുകൊണ്ട് സഹായിച്ചവരിൽ നിന്ന് എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകളോ വിഷമാവസ്ഥകളോ വന്നാൽ പിന്നെ വേഗത്തിൽ ദേഷ്യം വരുന്നവരായിട്ട് മാറും. എന്നാലോ ശത്രുതയോ വൈരാഗ്യമോ കുറഞ്ഞവരായതുകൊണ്ട് കുറേ കഴിയുമ്പോൾ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് ഈ പെരുമാറുന്നവരായിട്ടും ഈ നക്ഷത്രക്കാരെ കാണാറുണ്ട്. ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പൂരാടം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ പ്രത്യേകിച്ച് മെയ് മാസം 14-ാം തീയതി വരെ ജന്മരാശിയാധിപനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള 6-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് 12-ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ടും ഈ സമയത്ത് സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായിട്ടുള്ള സാന്നിധ്യമുള്ളത് കൊണ്ട് പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നല്ലവണ്ണം ആലോചിച്ച് ശ്രദ്ധയോടു കൂടിയിട്ട് ക്ഷമാശീലത്തോടു കൂടിയിട്ട് ചെയ്യേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ഈ സമയത്ത് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ സമയത്ത് ചിലവ് വർധന കൂടുതൽ കാണുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. എന്നാലോ മെയ് മാസം 14-ാം തീയതിക്ക് ശേഷം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 6-ാം ഭാവത്ത് നിന്ന് നിവൃത്തി സ്ഥാനത്തേക്ക് വരികയും നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും സന്താനഭാവങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മെയ് മാസം 14-ാം തീയതിക്ക് ശേഷമുള്ള സമയത്ത്. ഈ സമയത്ത്
കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും എല്ലാം അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ വ്യാഴപ്പകർച്ചയിലൂടെ. പക്ഷേ ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, മാർച്ച് മാസം 29-ാം തീയതി ശനീശ്വരൻ കണ്ടകശനിയായിട്ട് മീനം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് യാത്രകളിലൊക്കെ കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, മാർച്ച് മാസം 29-ാം തീയതിക്ക് ശേഷം ശനീശ്വരൻ കണ്ടകശനിയായിട്ട് മീനം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് വാഹനയാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ഈ സമയത്ത് വാക്കുകൊണ്ടായാലും കുടുംബ ജീവിതത്തിലായാലും ധനപരമായിട്ടായാലും വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പൂരാടം നക്ഷത്രക്കാർ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്. ഇനി വിഷ്ണു പ്രീതികരമായിട്ട് ഭഗവാന് അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം തന്നെ വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു.